നമുക്ക് ഭയങ്കര ഫാൻസ് ആവാനും പേടിയാണ്. ഒരു കപ്പിളുടെ അല്ലെങ്കിൽ ഒരു ആക്ടറുടെ ഭയങ്കര ആയിട്ട് ഫാൻ ഇതിലോട്ട് വരാൻ അവർക്ക് ഭയങ്കര പേടിയാണ്, മാറിയാലോ എന്ന് വിചാരിച്ചിട്ട്. അടുത്ത കമന്റ്, വിക്രമിന്റെ നെഞ്ചു വിരിച്ചുള്ള നിൽപ്പ്, ആ എന്താ ഒരു ഫീൽ. അയ്യോ ചിരി കണ്ടോ? വിക്രത്തിന്റെ ചിരി കാണണമെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂല് ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതി. ഇത്ര ക്യൂട്ടായിട്ട് എന്താ നാണത്തോടു കൂടിയുള്ള ചിരിയാണെന്ന് നോക്കിയേ. ചിരിക്കാനും അയ്യോ പറ്റുപോയി. ആ ശരി, വേതാളത്തിനെ തൊട്ടാൽ വിക്രമിന്റെ കയ്യിൽ നിന്ന് കിട്ടും മക്കളെ. ഓക്കെ, വേദ ഈ തെമ്മാടിക്കുള്ളതാ. വായിച്ചിരുന്നു. അതുവരെ എത്തിയോന്ന് അറിയില്ല. അല്ല, എന്നെ തൊട്ടാ ഇടിക്കും. അത് ഏത് സ്ത്രീനെ തൊട്ടാലും വിക്രം ഇടിക്കും. അല്ലാതെ വേദയോട് വേദയോട് അങ്ങനെയല്ല, ആരാള് ഇപ്പൊ രാധയെ തൊട്ടാലും ഇടിക്കും. രാധയെ തൊട്ടിട്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സുരഭി പോവാന്ന് പറഞ്ഞ നേരത്തല്ലേ, അപ്പൊ ഒരു പോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ, ഞങ്ങളുടെ വേദ ഇന്നും വിക്രമാദിത്യന്റെ വേതാളമായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വിക്രമാദിത്യം വേതാളം എന്നുള്ള സാധനം ആളുകൾക്ക് ഭയങ്കര ഉള്ളിലങ്ങ് പതിഞ്ഞിരിക്കും അല്ലേ. ഇനി ശിവാഞ്ജലിക്ക് ശേഷമുള്ള ഏഷ്യാനെറ്റിലെ അടിപൊളി കോംബോ, അതും കൊറേ പേര് അങ്ങനെ പറയാറുണ്ട്. ഉണ്ട് അല്ലേ, സാന്ത്വനത്തിലെ അല്ലേ അല്ലേ? ഓക്കെ, കാന്താരി എന്താണ്, കലിപ്പനും കാന്താരി ആണോ? അങ്ങനെയാ പറയുന്നത്. ഓക്കെ, എക്സ്പ്രഷൻ ക്വീൻ വേദ ആണോ? കേട്ടിട്ടില്ലേ? ഉറപ്പായിട്ടും ഭയങ്കര എക്സ്പ്രഷൻസ് ആണ്. അല്ലെങ്കിൽ ഞാൻ എക്സ്പ്രഷൻ ആണ്. ഞാൻ ജനറലി ആണോ? ജനറലി സംസാരിക്കുമ്പോഴും കൈയും കാലും ഒക്കെ ഇങ്ങനെ അങ്ങനെ സംസാരിക്കാറുള്ളത്. സീരിയലിൽ വന്നപ്പോഴും അങ്ങനെ തന്നെ, മൊത്തത്തിൽ എക്സ്പ്രഷൻസ് ആണ്. പാവം പ്രണവ് ആലോചിച്ച് നോക്കിയേ, എന്റെ കാലത്ത് എക്സ്പ്രഷൻ ആണ്. അതിനപ്പുറമാണ്, ഫുൾ കൈയും കാലും ഇട്ടിട്ടാണ്. ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പണ്ട് പറയുമായിരുന്നു, എന്നെ പരിചയപ്പെട്ടൊന്ന് സെറ്റ് ആവുന്നവരെ എല്ലാവർക്കും ഒന്ന് ഈ കുട്ടി കുറച്ച് ഓവറല്ലേ ചിന്തിക്കാറുണ്ട് ആൾക്കാര്. പക്ഷെ പിന്നെ അവർക്ക് മനസ്സിലായി ഇതാണ് സ്വഭാവം. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്താലും അറിയാം. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോ ഞാൻ ഇപ്പൊ ശബ്ദം മാറ്റി സംസാരിച്ചാലും അവർക്കൊരു മാറ്റവും കാണില്ല. അവരിങ്ങനെ അവളെന്തോ വട്ട് ചെയ്യണു, ആ ഒരു ഇതാണ്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ കല്യാണം കഴിക്കുന്ന ആളൊക്കെ എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ സഹിക്കും നോക്കിയപ്പോ എന്നെ കാട്ടി ഇതൊക്കെ എന്നെ കാട്ടി കടത്തി വെട്ടി ചെയ്യുന്ന ഒരാളാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാനിപ്പോ അനുഭവിക്കുന്നു, ഞാൻ ചിലപ്പോ ഇത്രക്കൊക്കെ വേണോ? ഓക്കെ, സീരിയലിനകത്തുനിന്ന് പോയ ഒരാളുണ്ടല്ലോ, നമുക്ക് അവരെ കുറിച്ചും കൂടെ പറയണ്ടേ? പ്രഗ്നന്റ് ആയിട്ട് അലീനയുടെ കാര്യം ഞാൻ പറഞ്ഞു, പേര് പറഞ്ഞായിരുന്നു. അലീന ഞാനും ഭയങ്കര കമ്പനിയാ, ഭയങ്കര അറ്റാച്ച്മെന്റ്. അപ്പൊ അലീനയുടെ വീട്ടില് ഞങ്ങൾ ഒരു ദിവസം പോയായിരുന്നു അല്ലെ. ഒരു വീഡിയോ നിങ്ങൾ ഇട്ടില്ലേ, പട്ടിക്കുട്ടി. അലീനക്ക് 2 പട്ടിയുണ്ട്. അപ്പൊ നമ്മള് കാണാൻ പോയിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ആ ഒരു ആക്ച്വലി ഭയങ്കര സങ്കടമായിരുന്നു. ബ്രേക്ക് എടുക്കാൻ മടിയായിരുന്നു ആൾക്ക്. ബദൻ അതെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും വേദയുടെ വീട് എന്താണ്, ജഡ്ജിന്റെ വീട്ടിൽ ഷൂട്ട് ഉണ്ടാകുമ്പോ എനിക്ക് ഷൂട്ട് ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിലും വേദനെ കൊണ്ടാക്കുന്ന സീനോ കൊണ്ടുവരുന്ന സീനോ എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പോ വളരെ കുറച്ച് സീനാ. പക്ഷെ എനിക്ക് അന്നത്തെ ദിവസം ഷൂട്ട് ഉണ്ടാവില്ല, എനിക്ക് അന്ന് ബ്രേക്ക് ആയിരിക്കും. പക്ഷെ ഞാൻ രാവിലെ കുളിച്ച് അങ്ങോട്ട് പോകും. എന്നിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇരുന്ന് അവരുടെ കൂടെ വർത്താനം പറ. അതുകൊണ്ട് ഭയങ്കര കമ്പനിയാണ്. ഇവിടുത്തെ വീട്ടിലെ പോലെ തന്നെ അവിടുത്തെ വീട്ടിലും കമ്പനിയാണ്. അവരായിട്ട് കോമ്പിനേഷൻ സീൻ ഇല്ലെങ്കിൽ പോലും കമ്പനിയാണ്. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് വ്ളോഗ് ചെയ്യാറുണ്ട്. അവരൊക്കെ വ്ളോഗ് ഒക്കെ വരാറുണ്ട്.